ഈ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര ഫണ്ട് നിങ്ങളുടെ ലഭിക്കുന്നതിന് വ്യക്തത കുറവ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം ഞാൻ നൽകണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഞാൻ എൻ്റെ സംഘടനയുടെ നിലപാടല്ലേ പറയുക. എൻ്റെ സംഘടനയുടെ നിലപാട് ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. എൻ്റെ സംഘടനയുടെ നിലപാട്, ഞങ്ങളുടെ സംഘടനയുടെ നിലപാട് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ്, സംഘപരിവാറിനെതിരാണ്. ശക്തമായ സമരങ്ങൾ ഞങ്ങൾ അവർക്കെതിരെ തുടരും. തെറ്റില്ല, അത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതിരുന്നാൽ മതി എന്നാണോ? തീർച്ചയായും അതെ. അത് നടപ്പിലാക്കാൻ അങ്ങനെ പറ്റും. അങ്ങനെ അത് തെളിയിച്ചതാണല്ലോ നമ്മൾ FIUGP ഇപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഇപ്പോൾ 4 വർഷ ഡിഗ്രി 4 ഇയർ UG പ്രോഗ്രാം. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ 4 ഇയർ UG പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച അതേ നിലയിലല്ല കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനനുസൃതമാണ്, നടപ്പിലാവും എന്നല്ലേ പറയുന്നത്. സ്വാഭാവികമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലനിൽക്കുന്ന ഒരു സർക്കാർ പാസ്സാക്കുന്ന നിയമത്തെ അതിൻ്റെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ സർക്കാർ സ്വാഭാവികമായും ബാധ്യസ്ഥരാണ് നടപ്പിലാക്കാൻ. അത് നടപ്പിലാക്കുമ്പോഴും ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ NEP പൂർണ്ണമായും വായിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. NEP പൂർണ്ണമായും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, NEPയിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുമ്പോഴും നമുക്ക് ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ തൊട്ടും പറഞ്ഞ ഉദാഹരണം അതിന് ഏറ്റവും പ്രസക്തമാണ്. FIUGPയുടെ കാര്യം വന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ ഉദ്ദേശ തരത്തിലല്ലോ കാര്യങ്ങൾ പോകുന്നത്. സിലബസിൽ എന്താ മാറ്റുള്ളത്? ഒന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും കടന്നു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. സമാനമായി വിദ്യാഭ്യാസ മേഖലയിലും അത് നിലനിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, സമരം കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോഴും തുടരുകയാണ്, വ്യത്യസ്ത കാര്യങ്ങളിൽ തുടരുകയാണ്. എന്താണ് അതിൽ ഒരു അവസാനം? പെട്ടെന്ന് സമരത്തിൽ ഇറങ്ങിയവർക്ക് അപ്പോൾ കാണുമ്പോൾ ഒക്കെ പെട്ടെന്ന് ചില ആശ്ചര്യം തോന്നും. പക്ഷെ ഞങ്ങൾ സമരം തുടരും. സിലബസിൽ മാറ്റം വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണ് അതിൽ മാറ്റം വരുത്തുക, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിലും ഈ ചരിത്ര പുസ്തകങ്ങളിൽ അടക്കം മാറ്റം വരികയാണെങ്കിൽ ഇടതുപക്ഷ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സമരം നടത്തുമോ? അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു, +1 +2 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന NCERT പാഠപുസ്തകം, +1 +2 നിങ്ങൾക്ക് ഒരു അഭിപ്രായമില്ലല്ലോ. ആ NCERT പാഠപുസ്തകത്തിൽ +1 +2 കുട്ടികൾ പഠിക്കുന്ന NCERT പാഠപുസ്തകത്തിൽ വലിയ വെട്ടിനിരത്തലുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ആ ഘട്ടത്തിലും ഞങ്ങൾ സമരത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ സംശയം? ഞങ്ങൾ RSS ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ നാട്ടിലെ വിദ്യാഭ്യാസ ക്രമത്തെ മാറ്റാൻ അനുവദിക്കില്ല. അതിന് ഞങ്ങൾ സമരം നടത്തും. നിയമങ്ങളൊക്കെ അവർ പാസ്സാക്കുമായിരിക്കും. അതിപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കല്ലേ ഭൂരിപക്ഷം, അവരല്ലേ രാജ്യം ഭരിക്കുന്ന, നിയമം അവർ പാസ്സാക്കും. പക്ഷേ പ്രതിഷേധിക്കാനും അവർക്കെതിരെയുള്ള നിലപാട് ഉയർത്താനും ശക്തമായ സമരം നടത്താനും ഞങ്ങൾ മാത്രമായിരിക്കുന്ന ഘട്ടത്തിലും ഞങ്ങൾ അത് തുടർന്നിട്ടുണ്ട്. ഇനിയും അത് തുടരും എന്നുള്ളതാണ്. അങ്ങനെയൊന്നും പറയലാണേ. അത് ചിലപ്പോൾ ചർച്ച ചെയ്യുന്നു, പിന്നീട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വളരെ വേഗത്തിൽ രാത്രി യാമങ്ങളിൽ ഒപ്പിട്ട് പോകുന്നു. അപ്പൊ ഈ ഒറ്റ ചർച്ചിലൂടെ നിങ്ങൾ ഇതിലങ്ങ് സെറ്റായോ? എന്താണ് ഈ സെറ്റാവാത്തതിന്റെ ഒക്കെ കാര്യം? ഞങ്ങളുടെ നിലപാട് ആവർത്തിച്ചല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് സഞ്ജീവനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാലങ്ങളായി കിട്ടിപ്പോയിരുന്ന SSF ഫണ്ട് PM ശ്രീയുടെ മറവിലേക്ക് വരുത്തി വെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫെഡറൽ തത്വങ്ങൾക്ക് എതിരായ മുമ്പ് ലൈഫ് ഭവന പദ്ധതിക്ക് 72,000 രൂപ കേന്ദ്രം തരാന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ഇതിന് മുന്നിട്ട് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു, ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു കേരളം പോലത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം നമുക്കറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടാണ് എടുത്തതെന്ന് സർക്കാർ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ അപ്പോഴും പറയുന്നു, അങ്ങനെ നിലപാടെടുക്കുമ്പോഴും സർക്കാരിൻ്റെ നയം, ആ നയത്തിൽ ഒരു വെള്ളം ചേർക്കലും ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ അതിൽ കൂടുതൽ കാര്യമുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലല്ലോ മാഡം, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയില്ലേ. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയല്ല, നമ്മൾ കൊടുത്ത നികുതി പണം ഇവിടെ കിട്ടേണ്ട, സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടേണ്ട അവകാശം, ആ അവകാശത്തെ രാഷ്ട്രീയപരമായ ദുഷ്ലാക്കോടുകൂടി തടഞ്ഞു വെക്കുന്നു. അത് ചർച്ച ചെയ്യാതെ അതെന്തുകൊണ്ട് വാങ്ങി, അത് വാങ്ങിയത് നിങ്ങളുടെ പരാജയമല്ലേ എന്ന് ചോദിക്കുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം? അതല്ലേ പ്രശ്നം? യഥാർത്ഥ പ്രശ്നം. പണം ലഭിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ ഒപ്പിടേണ്ട ഒരു ഗതികേട് വന്നു. അങ്ങനെയാണോ? നിങ്ങൾക്ക് അങ്ങനെയാണോ വാർത്ത കൊടുക്കേണ്ടത്? അങ്ങനെയാണ് നിങ്ങൾ വാർത്ത കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കൊടുത്തോളൂ. അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. തമിഴ്നാട് പ്രസക്തമാകുന്നു, അവര് നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു. അങ്ങനെ സുപ്രീം കോടതി അല്ല, അത് ഇവിടുത്തെ സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ ഞാൻ കമന്റ് ചെയ്യേണ്ട കാര്യമല്ല. ഇവിടുത്തെ സർക്കാർ അത് ആലോചിച്ച് പറയുമായിരിക്കും. തീർച്ചയായും അതെ. ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെ ആശങ്ക ഇപ്പോൾ നേരത്തെ പറഞ്ഞ കരിക്കുലത്തിലേക്കൊക്കെ അവർ കൈവെക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ശക്തമായി ഞങ്ങൾ അറിയിക്കും.